ഹലോ ഗൈസ്, ഹലോ 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 എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ വേറൊരു ഗെയിം. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ്, പക്ഷെ ഇതിലത്തെ മഞ്ഞ് ഗെയിം ഇപ്പോഴും തീർന്നിട്ടില്ല. എന്തോ സിമുലേറ്റർ ആണ്. സ്നോ വരില്ലാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഗിഫ്റ്റ് കളക്ട്. വെൽക്കം ടു സ്നോ ഗാദറിങ് സിമുലേറ്റർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ. ശേ, അപ്പോൾ നമ്മൾ ആദ്യം ബേസിക് ഷവർ എടുത്തു. ഓക്കെ, ലെറ്റ്സ് സെക്യൂർ. Use this shovel in side work. Snow will turn blue when you are closer enough. Check with എൻ്റെ കയ്യിൽ രണ്ടെണ്ണുണ്ടല്ലോ ഓൾറെഡി. വരണ്ടേ അങ്ങോട്ടല്ലേ? അവനും വരുന്നുണ്ടല്ലോ. ഐ തിങ്ക് ബാഗ് നടക്കണം. ക്ലിക്ക് യുവർ മൗസ് ഓർ ടാപ്പ് ഓൺ യുവർ സ്ക്രീൻ ടു കളക്ട് സ്നോ. ഓക്കെ, നൗ കളക്ട് 10 ആയല്ലോ. യു ക്യാൻ നൗ സെൽ യുവർ സ്നോ. എന്നാൽ പിന്നെ ഫുള്ളാക്കിട്ടോ. തീർന്നല്ലോ അവിടെ. മതി. ഓക്കെ, ഫുള്ളായി. ഇയാൾക്ക് നോക്കണ്ടേ? റോസ്റ്റ് ചെയ്യാം. യെസ്, ഓഫ് കോഴ്സ്. ഓക്കെ 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 ഇവിടെ പോയി $10. എനിക്ക് കാശില്ലല്ലോ. എൻ്റെ ബാഗ് ഫുള്ളാണ്. ഇവിടെ കൊണ്ടുപോയിട്ടാണ് വെക്കേണ്ടത്. ഓക്കെ, ചേടാ ഇതുവരെ പറഞ്ഞു തരുവാണ്. ഈ വിൽക്കേണ്ടത് എവിടെ? ഇതെവിടെ സെയിലാക്കും? ഷോവൽസ്, ബാക്ക് പാക്സ്. അപ്പൊ വിൽക്കേണ്ടത് മാത്രം പറഞ്ഞു. ഓക്കെ, ആളെ കളിയാക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇരുന്നല്ലേ. ഹലോ ഹലോ ആരത്? വരിക്കോ. ശവല്. മറ്റൊക്കെ കയ്യിരിക്കണ സാധനം നോക്കിയേ. എടുക്ക് സാധനം. ഞാനും വാങ്ങിക്കും. കണ്ടോടാ, കളക്ട്. എന്താണോ കിട്ടിയ? കാശ് കൊടുത്തിട്ട് കിട്ടുന്ന സാധനം. വാരിക്കോ എല്ലാം വാരിക്കോ. അവർക്കൊന്നും ഞാൻ മഞ്ഞ ഉണ്ടാവരുത് വരാന്. വിറ്റ്. പുതിയ മെഷീൻ എങ്ങനെ വാങ്ങിക്കും? ഉണ്ട്, അതിൻ്റെ അകത്ത് കേട്ടെ. എത്ര രൂപ എൻ്റെ കയ്യിൽ? എങ്ങനെ അറിയോ? $47 ഉണ്ട്. $50. എന്നാ പിന്നെ $50 ആക്കി തരാം. ഒരു 3 3 മതി. കറക്റ്റ് 3 മതി. ഇനി തൊട്ട് 3 ഷവല്. 3 ഷവലല്ല, 50ൻ്റെ ഒരു ഷവല്. 50 കഴിഞ്ഞ എത്ര? 250. അതാണ് കേട്ടാ മെഷീന്. ഇതിനെത്ര കിട്ടും ഒരു വാരത്തിന്? അടുത്തത് ബാക്ക് പാക്ക്. ഫാസ്റ്റായി. പടപടയെന്നിട്ട് വാരിയിടുന്നു. അവനൊക്കെ മെഷീനും വെച്ച് നടക്കുന്നു. എന്തുണ്ടല്ലോ അതിൻ്റെ അടിയില്? ഗിഫ്റ്റ്. അയ്യോ, ഫുള്ളായി. വേറെ ആരെല്ലാം കൊണ്ടുപോകും? ഞാൻ വലുതെന്തായി? അതും കിട്ടി. $21 കാശ് കിട്ടി. ക്ലെയിം ഗിഫ്റ്റ്. വേണ്ട വേണ്ട. അങ്ങനെ ഏഡ് കണ്ടിട്ടുള്ള ബൂസ്റ്റ് ഒന്നും എനിക്ക് വേണ്ട. അടുത്തത് ബാഗ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിടണം. 118 രൂപ ഉണ്ട് ബാഗിന്. എത്ര? ഇവിടെ പോയ ബാഗ് ഷവല്. ഈ 2 സാധനമേ ഉള്ളൂ. ഇതെങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക? നമുക്ക് നോക്കാം. നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് എത്ര വരെ എത്തിക്കാൻ പറ്റും നോക്കണമല്ലോ. 100 എണ്ണത്തിൻ്റെ എടുത്തിട്ടുണ്ട്. ഒന്നും നോക്കിയില്ല. അടുത്തത് 250 രൂപ ഉണ്ടാക്കിയിട്ട് ഇത് വാങ്ങിക്കണം. അതിനെക്കുറെ വെറുതെ നിൽക്കും. നോക്കി പരിക്കോ. തിരുമ്പോ മഞ്ഞ് വരുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, തീർന്നു പോവില്ല. ഫോണിലെന്തോ 100 കണക്ക്. അതാണല്ലേ ബാഗിൻ്റെ കണക്ക്. ഓക്കെ, വീണ്ടും പ്രൈസ് കിട്ടിയല്ലോ. പ്രസന്റ്. അപ്പോൾ നമ്മൾ മാറി നോക്കണം. ചെറുതിലെ പ്രസന്റ് ഉണ്ടാവുള്ളൂ. പ്രസന്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് കാണിക്കും. കുറച്ച് വരിയൊക്കെ എല്ലാവരും. എല്ലാതും 100 കൊടുത്ത് എത്ര രൂപ കിട്ടുമായിരിക്കും?
250 ശൗല വാങ്ങിക്കാൻ പറ്റുമോ? കോണെ ശൗലൽ ശൗലൻ കേട്ടാ അതെ അവൻ്റെ കയ്യിൽ നല്ല സ്ലോ ആണ്. പറി ഒരു പേരെന്തിനത് യാരിന്നാവും തെറ്റി വെക്കണം. പാവം പയ്യൻ. അപ്രൻറ്റൈസ് അത്ര അവൻ അപ്രൻറ്റൈസ്. 200 ബാഗ് കേട്ടാ അവൻ്റെ വലിയതോ കൂടി സാധനം. കൊരിക്കോ 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 അത് അവനവിടെ ഫുൾ ക്ലീൻ ആക്കി പോകണം കേട്ടാ. ഗിഫ്റ്റ് പിന്നെ കിട്ടിയില്ലല്ലോ. തൊണ്ണൂറ്റിരണ്ട് തൊണ്ണൂറ്റിയേഴോടെ ഫുള്ളായി. 250 രൂപ തരുമോ? തന്നില്ല, ചോദിച്ച്. അവൻ്റെ പൈസ കൂടി ഞാനിങ്ങനെ എടുത്തല്ലേ അപ്പത്തൊന്നും. കുട്ടി വരുന്നോ സഹായിക്കാൻ? എന്തെങ്കിലും ചേർന്ന് നിൽക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇന്ന് അപ്പുറത്തായിരിക്കണം. അടുത്തെന്തോ ഗിഫ്റ്റ് കിട്ടിയല്ല. എന്താ അത്? 200 രൂപ. ഒരു 500 ആക്കിയാലെന്നാ. 500ൻ്റെ എന്തെങ്കിലും കിട്ടണാവോ? എന്താണാവോ? ലിമിറ്റഡ് യൂജസ്. അറേ മെല്ലെ പോടാ. അവൻ മൊത്തം ക്ലീൻ ആക്കിയിട്ടൊക്കെ പോണേ. നമുക്കും നൈസ് വേണ്ട പിന്നെ. വീണ്ടും കിട്ടി 100 കേട്ടാ. ഫുള്ളായ 500 500ൻ്റെ കിട്ടുമോ നോക്കണല്ലോ. 50 250 500. 1000-നാണ് മെഷീന്. പക്ഷെ 1000-ൻ്റെ ടൈം എടുക്കും. കയറുന്നുണ്ടല്ലോ. കയറുന്നുണ്ട് കേട്ടാ. 2 3 വെച്ച് കയറുന്നതാണ്. 2 ഒരു ഗുമ്മില്ലല്ലോ അത്. വെറുതെ ഇങ്ങനെ നടന്നാ മതിയാ. ഓക്കെ 74 55 90 92 100 പുതിയ ബാഗ് വാങ്ങിക്കണം. അപ്പോൾ 250 വേണ്ടി വരും ബാഗ് വാങ്ങിക്കാം. മാറിക്കോ കൊച്ചേ, ഇപ്പോഴും കോരിക്കൊണ്ടിരിക്കുകയാണല്ലേ. പോയി അപ്ഗ്രേഡ് ചെയ്യൂ. 4 റൗണ്ട് വിറ്റ് വന്നു കഴിഞ്ഞാൽ ഇതാവും. ഗിഫ്റ്റ് ഹാസ് ബീൻ ഡ്രോപ്പ് ഓൺ ദ ലാൻഡെന്ന് ഇവിടെ പോയി കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇപ്പം പറ്റി. ബാക്ക് പാക്ക് ഫുള്ളായി. പോന്ന് സാധനം ഇവിടുന്ന് പോയല്ല. 641 രൂപയായി. ഇത് വാങ്ങിക്കാം. ബാഗ് 100 500 1000-ൻ്റെ ബാഗ്. 800 രൂപ ഉള്ള ഈ ബാഗിന്. 1000 സ്റ്റോറേജ്. അപ്പോൾ 800 ആക്കിയിട്ട് വാങ്ങിക്കാം. എന്തിനാ വെറുതെ? 800 ആക്കി കഴിഞ്ഞാൽ ആ സ്റ്റോറേജ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 1000-ന് നമുക്ക് മെഷീൻ വാങ്ങിക്കാം. ഇത് നമുക്ക് ഞെക്കേണ്ട ആവശ്യമില്ല. വെറുതെ നടന്നാൽ മതി, വെറുതെ നിന്നാൽ മതി. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ്. 200 വെറുതെ കിട്ടിയല്ല. കാണിച്ച പോലെ. ഓക്കെ എടാ അടിച്ചുപോയി. ഓക്കെ വന്നല്ലോ. ആരെന്നെ അങ്ങോട്ട്. അല്ല എനിക്ക് ബാഗ് മെഷീൻ വാങ്ങിക്കാല കാശുണ്ടല്ല. ചേടാ ഞാൻ തന്നെ എത്ര കഷ്ടപ്പെട്ടു വരുന്നു. പുതിയ മെഷീൻ വാങ്ങിയിട്ട് ബാഗ് വാങ്ങിക്കാന്ന 1000 2000 കിടക്കും മെഷീന്. ഒരു 800 ബാക്കി ഉണ്ടാവോ? എൻ്റെ പൊന്നെ ഇതിപ്പോൾ തീരും.
അപ്പൊ ഈ മെഷീൻ ഇങ്ങനെയാണെങ്കിൽ മറ്റേ മെഷീനൊക്കെ എങ്ങനെ ഇരിക്കും? എന്നോറുണ്ടാക്കണം. ആ ഫുള്ളായി. അത് കെ കാണിച്ചല്ലോ ഇല്ല അവിടെ. 800 ആക്കണം. 1000 ബാഗ് വാങ്ങിക്കണം. ഇത് വിറ്റാൻ പറ്റുമോ നോക്കട്ടെ. കുണുങ്ങി പോണക്ക് 900 3 ഒറ്റടിക്ക് പറയുന്നത്. ഓ അങ്ങനെ 2നും ഗിഫ്റ്റാ. അതിപ്പോ ലാഭമായല്ലോ. 3നും ഗിഫ്റ്റാ. പ്രസന്റ് ഒക്കെ ഫുള്ളായി. 1.4 ഏടേ വെക്കണതിലൊക്കെ ഗിഫ്റ്റ് ചേട്ടാ. ആ അവൻ എൻ്റെ ഗിഫ്റ്റ് എടുക്കാൻ വന്നതാണ്. വീണ്ടും ഗിഫ്റ്റ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് വരുന്നത്. വലിയ കാശൊന്നുമില്ല. അതെ അവിടെയും ഗിഫ്റ്റ്. ഇത് ഓരോരോ സെൻറ്റഡ്. എൻ്റെ അടുത്തും ഗിഫ്റ്റ്. അതിലുണ്ടോ? ഒന്നാ മതി നമ്മളങ്ങനെ വെറുതെ. അവൻ എന്ത് വണ്ടി എടുത്തോണ്ട് പോകുന്നത്? അടുത്ത ഗിഫ്റ്റ് കിട്ടിയല്ലോ. എന്താണ്? ഇതായിരുന്ന എക്സ്ട്രാ മണി. നമുക്ക് ബാഗ് വാങ്ങിക്കാം. ബാഗാണ് ഇപ്പം അത്യാവശ്യമുള്ളത്. 2 റൗണ്ട് ഓടി വരുമ്പോഴത്തേനും ബാഗൊന്നും അറിയുന്നത്. 800 കഴിഞ്ഞാൽ പിന്നെ എത്രയായി? ഇതാണ് ഏറ്റവും വലിയ ബാഗ്. കളി കഴിഞ്ഞി. ആ എന്നിട്ട് 2000 രൂപ ആക്കുന്നു. അടുത്ത മെഷീൻ ഇറക്കുന്നു. പണി കൊടുക്കുന്നു. അതോടെ ഗെയിം കഴിഞ്ഞ്. എന്തായിരിക്കലാണോ ഈ വണ്ടി? അതും വെച്ചിട്ട് മഞ്ഞ് വരാൻ പറ്റും. ഈ ബാഗ് നെറ്റാ. ആ ഗിഫ്റ്റ് ഫൗണ്ട്. വെറുതെ കിട്ടുന്ന കാശല്ലേ, കളയണ്ട. അതിലൊന്നൊന്നുമില്ല. ഇവിടെയൊന്നുമില്ല. ഇവിടെ തീരില്ല. എന്താ ഷേപ്പ് വ്യത്യാസം? ആ അവിടെ ഉണ്ട്. ഇത് വിറ്റ് കഴിഞ്ഞ് ഇത് ഫുള്ളായി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ഇത് വാങ്ങിക്കാൻ പറ്റും. പുതിയ മെഷീൻ. വരുന്നിടത്ത് എല്ലായിടത്തും ഇതുണ്ടല്ലോ. $2000 മുകളിൽ മെഷീൻ എത്രയായിരുന്നാണോ നോക്കിയില്ല. ഇവൻ കറങ്ങി ഒരു റൗണ്ട് കറങ്ങി വന്നു കേട്ടാ. അവനൊന്നും ഗിഫ്റ്റ് വേണ്ട. അതെ അവിടെ ഒരു ഗിഫ്റ്റ് ഇരിക്കുന്നു. എൻ്റെ ഗിഫ്റ്റ് പോടാ കള്ള ഗിഫ്റ്റ് കള്ളൻ. അവൻ്റെ അല്ലേ അതായിരുന്നല്ലേ. പാവം പയ്യൻ അതോ കണ്ടിട്ട് ഓടി എന്താ. അടുത്ത് 2 മിനിറ്റ് കഴിഞ്ഞാൽ 1K കിട്ടും. 2 മിനിറ്റ് 3 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ലോങ് ടൈം. വേഗം പകുതിയാവുന്നുള്ളൂ ഇത്ര നേരം എന്നിട്ട്. പുതിയ സ്ലാബിലൊക്കെ ഗിഫ്റ്റ് കിട്ടും. അവനൊക്കെ ഇപ്പോഴും ഗ്ലോബ് വെച്ചിട്ടാണ് നടക്കുന്നത്. പോയി വലിയ ബാഗ് വാങ്ങിക്കടാ. 250 ബാഗ് കൊണ്ട് നടക്കേ. ഗിഫ്റ്റ്
എവിടെ ഓ ഏറ്റവും വലിയ മെഷീൻ എത്ര രൂപ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് വാങ്ങിക്കണം വേണ്ടെന്നുള്ളതിലേക്ക്. ബാഗ് ഇപ്പം ഏറ്റവും വലിയതായി നമ്മുടെ 5500 ഏറ്റവും വലിയ മെഷീൻ വരുന്നത്. 1000 കൂടി ആയിക്കഴിഞ്ഞാൽ ഈ മെഷീൻ വാങ്ങിക്കാം. എന്നാൽ പിന്നെ നമുക്ക് അതാക്കിയിട്ട് നിർത്താം. നമുക്കിപ്പോൾ ഒരു 1.25 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടും 1000 കൂടെ. അത് ശരിയാണല്ലോ. അപ്പം 5500 വാങ്ങിക്കാമല്ലേ, ഏറ്റവും വലുത് തന്നെ. കള്ളാടാ, ഇതെൻ്റെതാടാ, ഞാനാണ് കണ്ടുപിടിച്ചേ. ആ എനിക്ക് കിട്ടിയില്ല, അവന് കിട്ടിയാ. അതെന്തൊരു മറ്റടുത്ത പരിപാടി കാണിച്ചപ്പോൾ ഞാനല്ലേ കാത്തുന്നത്. അതൊരു 1000 ആകുമ്പോഴത്തേൻ്റെ ബാഗിൽ ഒരു 1000 ഐസാവും. നടക്കതും കൊണ്ട് നടക്കുമ്പോൾ പെട്ടെന്ന് കയറുന്നുണ്ട് തോന്നുന്നു കേട്ടാ. ഇനിയിപ്പോൾ എടുക്കാനും വരുമോ? ഇതെൻ്റെ ഗിഫ്റ്റ് ബോക്സ് ആണേ. ആ ഓടിക്കോ ഓടിക്കോ. ഒരു 2 റൗണ്ട് കിട്ടുമ്പോഴത്തേനും ബാഗ് ഫുള്ളാവും. സ്പോൺ വെഹിക്കിളാ? നോ വെഹിക്കിളും ഉണ്ട്. ഓക്കെ ബൈ. അപ്പുറത്തൊക്കെ എന്തുണ്ട് കേട്ടാ, റോബോട്ടാ എന്തൊക്കെയോ കാണുന്നുണ്ടല്ലോ അവിടെയൊക്കെ. എന്താണോ അതൊക്കെ? ഒന്ന് പോയി കിട്ടരാ. എവിടെ പോയത്? അയ്യോ കാശും പോയി. എടാ റോബോട്ടേ, എന്റെ റോബോട്ടിനെ ഉണ്ടായിരുന്നല്ലോ. റോബോട്ട്സ് gather snow when you are offline. ഓക്കെ മൂഞ്ചിയപ്പോ വായിച്ചു നോക്കേണ്ടതായിരുന്നു ഞാൻ. എൻ്റെ ഭാഗത്തും തെറ്റ്. അപ്പം ഇനി 1000 കൂടെ ഉണ്ടാക്കിയിട്ട് 3000 നിന്ന് വാങ്ങിക്കാം കേട്ടോ നമുക്ക്. ഓക്കെ സക്സസ്ഫുള്ളി മൂഞ്ചിൽ 1000 ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എത്ര സ്നോ വരേണ്ടി വരും? അതിനൊന്നും ടൈമില്ല. എന്തൊരു അവസ്ഥയാണെന്നാലും. ഇപ്പം ഞാൻ ഓഫ്ലൈൻ പോകണം കാശുണ്ടാക്കാൻ. പന്ന റോബോട്ട് ചതിച്ചതാണ്. 200 സ്നോ ഇട്ട് കഴിഞ്ഞാൽ 400 രൂപ കിട്ടും. അവിടെ ഒരു ലോറിയും കൂടി കാണിക്കുന്നുണ്ട്. അതും കൂടി എന്താന്ന് നോക്കിയിട്ട് തരാം. എന്തായാലും ഏതാ മെഷീന്? 3500 മെഷീൻ അല്ലത്, പച്ച മെഷീൻ. നമുക്കപ്പോൾ ഒരു 350 സ്നോങ്കിലും വാരിക്കഴിഞ്ഞാലേ അത് വാങ്ങിക്കാൻ പറ്റുള്ളൂ കേട്ടോ. $700 വേണമെങ്കിൽ. അവിടെ പോയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നാലേ. അപ്പോൾ നമുക്ക് പ്രൈസ് ഉണ്ടെങ്കിൽ കാണാം. ഇവിടെ എത്ര വട്ടം ഫുള്ളായി അവിടെ. $500 ബാഗാണ് അവൻ്റെ കയ്യിൽ. 1000. ഇനി 200 കൂടി വേണമെന്ന്. അപ്പോൾ 200 സ്നോ കൂടി വേണഞ്ഞു. പ്രശ്നമാണ്. എന്നിട്ട് നമുക്ക് ഈ ഗിഫ്റ്റ് ഹാസ് ഡ്രോപ്പ്ഡ് ഏത് വഴി വരും? അതാ വരുന്നു. അത് കൊള്ളാല.
അതെടുക്കാനാണ് കേട്ടോ. എനിക്ക് ആൾക്കാർക്ക് വണ്ടി വേണ്ടിയത് അതിനാ. വേറെ ആരും വരുന്നുണ്ടാ? അത് മിസ്സായി. അതാ കിടക്കുന്നു. 10,000 രൂപ വരുമോ? 149 കുറവാന്ന്. എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പുതിയ മെഷീൻ വാങ്ങിക്കാം. എന്നാലും ഇതെന്തിനായി ട്രക്കങ്ങി നോക്കണല്ലോ. ആദ്യം നമുക്ക് മെഷീൻ വാങ്ങിക്കാം. അയ്യോ കാശായില്ല. ഒരു 25 കൂടെ. മെഷീൻ എങ്ങനെ ഉണ്ടെന്ന് അറിയണല്ലോ. വേണ്ട 3000 തന്നെ പിടിച്ചേക്കാം. വലിയ വ്യത്യാസമൊന്നുമില്ല. പാള പറ്റിക്കലാണല്ലേ. കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പ്ലീസാർഡ് എന്ന് പറഞ്ഞാൽ എന്താ 1. ഇൻകം കൂടും. ഗിഫ്റ്റ് $23. മതിയേ, നിർത്തുവാണേ. അപ്പോൾ നമുക്ക് ആ ലോറിയും കൂടി പോയി നോക്കിയിട്ട് എന്താണെന്ന് അറിയണമല്ലോ. പോയി ചോദിച്ചു നോക്കട്ടെ. വെഹിക്കിൾസ് വെറുതെ ഓടിച്ചു പോകാൻ മാത്രം പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. വാങ്ങിക്കാം. 10,000 25,000 10,000 ഒക്കെ. പിന്നെ എൻ്റെ പട്ടി വാങ്ങും. അപ്പോൾ ശരി ഗൈസ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാവരും ഡു ലൈക്ക്. ആരും കണ്ടോന്നറിയില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതെ അവത്ത് വാരി കൂട്ടുന്നു. അപ്പോൾ അതും കണ്ടില്ലേ. ഇപ്പോൾ ഒരു സമാധാനമായി. 3000 അതിൻ്റെ സ്റ്റോറേജ്. വെറുതെ ഓടിച്ചോണ്ട് തിന്നാൽ മതി. അപ്പോൾ ശരി ഗൈസ്. അപ്പോൾ എല്ലാവരും ഡു ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ടാറ്റാ.